ഏകാന്തം, വിജനം നമ്മുടെ തിളയ്ക്കുന്ന വികാരങ്ങൾക്ക് പറ്റിയ സ്ഥലം. അതിന് മാത്രമല്ല, ആഭാസന്മാരെ മര്യാദ പഠിപ്പിക്കാനും പറ്റിയ സ്ഥലം. മിസ്റ്റർ സോമൻ, നിങ്ങളിവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ തമ്മിൽ മാനസികമായ ശാരീരികമായ ഒന്നും കൂടുതൽ എടുക്കാൻ. നീ വഴി പഴപ്പിച്ച പെൺകുട്ടികളെ പോലെ എന്നെയും കണക്കാക്കരുത്. ശോഭേ, അല്ലടാ, ഞാൻ നിന്റെ അമ്മാവന്റെ ഭാര്യയാ. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ. മേലാൽ നീ ഗീതയെ കണ്ടുപോകരുത്. അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നാളെ വെളുക്കുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളാം. എന്നോട് വേണ്ട. എന്റെ പറയപ്പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. നിന്നെ ഒരു തമാശ. മിസ്റ്റർ സോമൻ, ഇത്രയും കാലം നീ എത്രയോ പെൺകുട്ടികളെ വഞ്ചിച്ചിരിക്കുന്നു. പക്ഷെ ഈ ഒരു അനുഭവം ദിസ് ഇസ് ഫസ്റ്റ് ടൈം അല്ലേ? അയ്യോ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലെ അടിക്കപ്പെടാവ്. എവിടെ പോകുന്നു? എങ്ങോട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൂടുതൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്റെ മോളെ നീ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഗീതയെ ഞാൻ വഞ്ചിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എന്നെ അങ്ങക്ക് ഇത്ര പോലും വിശ്വാസമില്ലേ? വിശ്വാസങ്ങളും സ്നേഹബന്ധങ്ങളുമെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ. അച്ഛനെന്ന നിലയിൽ എന്റെ മകളുടെ സങ്കടം കണ്ടുകൊണ്ട് ഇനി ഇവിടെ കഴിയാൻ എനിക്ക് സാധ്യമല്ല. അങ്ങ് പോയാൽ ഞാനിവിടെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് തീരുമാനിക്കേണ്ടത് നീയാണ്. ശോഭേ, നിനക്ക് സ്നേഹിക്കാൻ സോമനേക്കാൾ എത്രയോ നല്ല ചെറുപ്പക്കാരെ കിട്ടുമായിരുന്നു. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ മകളുടെ മനസ്സ് വേദനിപ്പിക്കണോ? അയ്യോ ദൈവമേ, എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാമോ? എനിക്ക് അഭയം തന്നങ്ങയെ ഞാൻ ദ്രോഹിക്കുമോ? ആ നന്ദിയുണ്ടെങ്കിൽ അവസാനമായി നിന്നോടൊരു അപേക്ഷ മാത്രം. നിന്റെ സ്വാതന്ത്ര്യത്തിനെ ഞാൻ ഒരിക്കലും തടയുകയില്ല. എന്റെ ഗീതയുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഗീതയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം. സോമൻ വെറും ഒരു വിടനാണ്. അവൻ എത്രയോ പെൺകുട്ടികളെ സ്നേഹിച്ച് വഴിയാധാരമാക്കിയിട്ടുണ്ടെന്ന് അങ്ങേക്കറിയാമോ? എനിക്കറിയാം. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരു പാവം പെൺകുട്ടിയെ ഗർഭിണിയാക്കി അവനവിടെ കൊണ്ടുവന്നു. വെറും 500 രൂപ അവളുടെ കണ്ണുനീരിന് മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് അവൻ പോയത് ഞാൻ കണ്ടതാണ്. പിന്നെ നീ അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? ഗീതയെ ആ ബന്ധത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി സോമന്റെ മുൻപിൽ ഞാൻ നടത്തിയ ഒരു നാടകമായിരുന്നു. എന്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇനി അവൾക്കൊരു വിവാഹം ഞാൻ നടത്തും. ഒരു നല്ല ചെറുപ്പക്കാരനെ, നല്ല പഠിപ്പുള്ളവനെ, നല്ല സ്നേഹമുള്ളവനെ എനിക്ക് ഞാൻ കൊണ്ടുവരും. ആ വിവാഹം കണ്ടതിന് ശേഷമേ എന്റെ ജീവൻ പോകുകയുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഈ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് ഞാനിവിടെ ജീവിക്കുന്നത്. എന്റെ കടമകൾ നിറവേറ്റുന്നതുവരെയെങ്കിലും അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ ഒരിക്കലും ടച്ച് പോകരുത്. ശോഭേ, നീ സങ്കടപ്പെടാതെ. സത്യമറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി.
ഞാനാ. എനിക്കറിയാൻ പാടില്ല ഈ സമയത്ത് എന്റെ അമ്മ എവിടെ ആയിരിക്കുമെന്ന്. നീ എന്റെ മോൻ തന്നെയാണ്. പക്ഷെ മോനോട് പറയാതെ അമ്മ കളവ് നടത്തുന്നത് ദിസ് ഇസ് ഫസ്റ്റ് ടൈം. ഇങ്ങോട്ട് പിടിച്ച് നമുക്ക് ഇതുകൊണ്ട് ഇപ്പൊ തന്നെ തലമിടാം. കുറച്ച് രൂപയുണ്ടെങ്കിൽ അമ്മേ പട്ടച്ചെലവും ഗാജിലായിരിക്കും അമ്മ. സ്വർണ്ണം അമ്മയ്ക്കും കിട്ടിയത് മതിയടാ. വാ. അമ്മ എന്നാലും ഈ മാനംകെട്ട പ്രവൃത്തി ചേച്ചി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എടിയേ, നീ വിചാരിക്കുന്നവരെ ഞങ്ങൾ അങ്ങനെ കക്കാനും മോട്ടിക്കാനും നടക്കുന്നവരല്ല. എന്റെ അനിയന്റെ മുതൽ കുറച്ച് ഞങ്ങൾ എടുത്തു. അതിനെന്താ അല്ലടാ മോനെ? പിന്നെ അമ്മാവനോട് ചോദിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ വേണം. എന്നാ വന്നാട്ടെ, അമ്മാവൻ തന്നെ തീരുമാനിക്കട്ടെ. വേണോ? ആ നടക്കാം. വരിച്ചെലവനെങ്കിലും കയറിയോ? എന്താ ഇത്? എന്താ ചേച്ചി? കണ്ടോ എന്റെ ബന്ധുമാരുടെ പ്രവൃത്തി? രായ്ക്ക് രാമാനെ പണം കൊണ്ട് കടന്നാളാൻ തുടങ്ങിയതാ. എന്റെ കൂടെ ഈ പണവുമായി ഓടിപ്പോകാൻ ശോഭ നിർബന്ധിച്ചു അമ്മാവാ. പക്ഷെ അമ്മാവന്റെ ഭാര്യയുമായി ഒളിച്ചോടി പോകാൻ എന്നെ കിട്ടില്ലെന്ന് ഇവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അതല്ലടാ, എന്റെ അനിയനെ കൊന്നേച്ച് പോകാനാ ഇവളുടെ നോട്ടം. നല്ല കാര്യത്തിന് എങ്ങനെയോ എന്റെ കണ്ണി പെട്ടു. എടി, ഇറങ്ങി പുറത്ത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ, നിന്റെ പണത്തിന് വേണ്ടി മാത്രമായി കള്ളി നിന്നെ വിവാഹം കഴിച്ചതെന്ന്. എടി, ഇനി അവിടെ നിന്നാ നിന്റെ കയ്യും കാലും തന്നെ പിടിച്ച റോഡിലെറി. ഇറങ്ങടി. മാറി നിൽക്ക്. എന്നെ തൊട്ടാൽ അനുഭവം അറിയാമല്ലോ. നിങ്ങൾ വിരട്ടി ഓടിച്ച ശാന്തിയല്ല ഞാൻ. ആ പാവം ചേച്ചിയെ പണ്ട് തലമുടിക്ക് കുത്തിപ്പിടിച്ച് വെളിയിലിറക്കി വാതിലടച്ചില്ലേ, അതുപോലെ എന്നോട് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ശാന്തിയെ നിനക്കറിയാമോ? അറിയാം. എന്റെ മടിയിൽ തല വെച്ച് കിടന്നാണ് ചേച്ചി അന്ത്യശ്വാസം വലിച്ചത്. ചേച്ചിയുടെ ഭർത്താവിനെയും മകളെ ഏൽപ്പിക്കാനാണ് ഈ സ്വത്തെല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചത്. എടാ ദാമോദര, ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കുടിച്ച പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കരുതടാ. അടിച്ചിറക്കണേ ഇവളെ. അടിച്ചിറക്കാം ചേച്ചി. ആ, ഒരിക്കൽ നിങ്ങളുടെ വാക്ക് കേട്ട് ഒരു നിരപരാധിയെ ഞാൻ വിരട്ടി ഓടിച്ചു. ഇപ്പോ എന്നെയും എന്റെ മകളെയും രക്ഷിക്കാൻ വേണ്ടി എങ്ങുനിന്നോ വന്ന ഈ ദേവതയെ ഞാൻ വിരട്ടി ഓടിക്കണമല്ലേ? അമ്മയില്ലാത്ത എന്നെ വളർത്തിക്കൊണ്ടുവന്നത് ചേച്ചിയാണല്ലോ എന്ന് കരുതി നിങ്ങളുടെ എല്ലാ പ്രവൃത്തിക്കും ഞാൻ കൂട്ടുനിന്നു. അതിന്റെ ഫലം ജീവിതം മുഴുവനും ഞാൻ തീരുന്നുകൊണ്ട് കഴിയുകയാണ്. പോകണം. എടാ എടാ നന്ദി കേട്ടവനെ, നീ എന്നോടാണ് പുറത്തു പറയുന്നത്. ഇറങ്ങുപടി. രാമായണത്തിലെ മന്ത്രിയേക്കാൾ ദുഷ്ടയാണ് നീ. എടാ, എന്നാലും നീ എന്റെ കൂടെ പറഞ്ഞല്ലേടാ. ആ വാക്ക് ഉച്ചരിക്കാൻ പോലും നിനക്ക് അവകാശമില്ല. ചേച്ചിയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയെന്ന ചീത്ത പേര് കേൾപ്പിക്കണോ അതോ മര്യാദക്കിറങ്ങി പോകുന്നോ? എടാ ദ്രോഹി, നിനക്ക് ഗുണം പിടിക്കാലടാ. മഹാഭാവി നശിച്ചോളൂ. പാടാ സോമ, നമുക്ക് പോവാം. ശോഭേ, ഞങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാം മനക്ലേശങ്ങൾ സഹിച്ചു. ഗീതേ, നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാനാണ് ഞാനിവിടെ വന്നത്. ചെറുമേ, ചെറുമേ.